നമ്മളിവിടെ വന്ന അന്ന് മുതൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശൈത്യ അഡ്വക്കേറ്റ് ആണ്, അതാണ് ഇതാണ്, പഠിച്ച ആളാണ്. കല്യാണം ഇല്ല, അതില്ല, അഡ്വക്കേറ്റ് ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കോടതി പോയിട്ടുണ്ടോ അതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കുറെ ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, പിള്ളേരോട് കളിക്കുന്നുണ്ട്. വാദിക്കാൻ അറിയാവോ? ശരിക്കും അറിയാം. ഏകദേശം അന്ന് ഷീന ചേച്ചിയോട് വാദിച്ചപ്പോൾ നമുക്ക് തോന്നി അറിയാന്ന്. പക്ഷെ എന്നാലും ഞങ്ങൾക്കത് പൂർണ്ണ ബോധ്യമാവണമെങ്കിൽ ഞങ്ങൾ ഇവിടെ സൂപ്പർ അമ്മയും മകൾ ടീമും ഒരു കേസ് നമ്മൾ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിന് നൽകാൻ പോവാണ്. അപ്പോൾ ആ ഒരു കേസ് വാദിച്ച് വിജയിക്കുക. നമ്മുടെ ജഡ്ജ് എന്ന് പറയുന്നത്, കോടതിയിലെ ജഡ്ജി എന്ന് പറയുന്നത് ശ്വേതാജി ആയിരിക്കും. ഓക്കെ, പരാതിക്കാര് നമുക്കുണ്ട്. ആ പരാതിക്കാരെ ഞാൻ വിളിക്കാം. ആദ്യം അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് എത്തിയിരിക്കുകയാണ്. ഇനി വാദപ്രതിവാദങ്ങളുടെ സമയമാണ്. ശ്വേതാജിക്ക് എന്താ പറയാനുള്ളത്? അല്ല, എനിക്ക് തോന്നുന്നു എനിക്ക് അറിയണ ഒരു കേസാണ്. ആണല്ലേ? ജഡ്ജിക്ക് മുൻപേ ഒരു ധാരണ കിട്ടിയ ഒരു കേസാണ്. എനിക്കും അത് വളരെ സങ്കടകരമായിട്ട് തോന്നി. കാരണം നിർഭാഗ്യവശാൽ പരാതിക്കാരായിട്ട് വന്നിരിക്കുന്നത് ശൈത്യ സന്തോഷ് എന്ന ഈ അഡ്വക്കേറ്റിന്റെ സ്വന്തം അച്ഛനും അമ്മയുമാണ്. ചടൻ ചടൻ ചടൻ. അവർ രണ്ടുപേരും കുടുംബത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ മകളായിട്ടല്ല, അഡ്വക്കേറ്റ് ആ ഒരു ബുദ്ധി, ആ ഒരു വാക്ചാതുര്യം ഉപയോഗിച്ച് ഇവിടെ വാദിക്കണം. നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും ഈ വേദി ഒരു കോടതി മുറിയാകാൻ പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ. ഓക്കെ, റെഡി? യു മേ പ്രൊസീഡ് പ്ലീസ്. മൈ ലോർഡ്ഷിപ്പ്, ഇന്നിവിടെ ഒരു ഫാമിലി കേസാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ പെറ്റീഷണറായിട്ട് എത്തിയിരിക്കുന്നത് മിസ്സിസ് ഷീന സന്തോഷും അതുപോലെ തന്നെ നമ്മുടെ അക്യൂസ്ഡ് ആയിട്ട് എത്തിയിരിക്കുന്നത് മിസ്റ്റർ സന്തോഷുമാണ്. ശരിക്കും പറഞ്ഞാൽ അത്രയും വളരെ ഒരു സീരിയസ് അല്ലാത്തൊരു ഇഷ്യൂ ആണിത്. വളരെ നിസ്സാരമായിട്ടുള്ളൊരു ഇഷ്യൂവിൻ്റെ പേരിലാണ് ഇന്ന് ഇവിടെ രണ്ടുപേരും വന്നിരിക്കുന്നത്. അതും ഞാനൊരു മീഡിയേറ്റർ ആയിട്ടാണ് അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പെറ്റീഷണറിൽ നിന്ന് നമുക്ക് എന്താണ് അവരുടെ പരാതി എന്ന് നമുക്ക് കേൾക്കാം. ക്യാൻ ഐ പ്രൊസീഡ്? എന്താണ് ഷീന സന്തോഷ്, എന്താണ് നിങ്ങളുടെ പരാതി? എൻ്റെ ഭർത്താവിൻ്റെ പേര് സന്തോഷ് എന്നാണ്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, അല്ലാതുള്ള വേറെ കാര്യം പറയൂ. സന്തോഷ് പുള്ളിക്കാരനെ കുറച്ച് കൃത്യനിഷ്ഠയൊക്കെയാണ്, കുറവാണ്. എന്നോട് കുറേ റൊമാൻറ്റിക്കായിട്ടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കൃത്യനിഷ്ഠ കുറവാണെന്ന് പറയുന്നുടനെ അത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, ആ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് സദ്യ വിളമ്പാന്ന സമയമാകുമ്പോഴേ ഏത് കല്യാണത്തിനും അവിടെ ചെല്ലത്തുള്ളൂ. ശരി മിസ്റ്റർ സന്തോഷ്, നീ പകപോക്കാണല്ലേടാ. അതായത് നിയമത്തിന്റെ ഒരു റൂൾ അനുസരിച്ചിട്ട് സത്യം മാത്രമേ ഇവിടെ ബോധിപ്പിക്കാൻ പാടുള്ളൂ. ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ. അവളോട് പറ, സത്യം മാത്രമേ ബോധിപ്പിക്കാന്ന് അവളോട് പറ. സത്യം ചെയ്യിക്കണ്ടേ ആദ്യം? മറന്നുപോയി. ഓക്കെ, കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ. കോടതി മുമ്പാകെ സത്യം മാത്രമേ. ഇവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്നും നടക്കത്തില്ല, ഓവർ ആക്ടിങ് നടക്കത്തില്ല. ഷീന പറഞ്ഞിരിക്കുന്നത് താങ്കൾക്ക് കൃത്യനിഷ്ഠതയില്ലെന്നാണ്. പറഞ്ഞതിനോട് യോജിക്കുന്നോ? യോജിക്കുന്നില്ല. എന്തുകൊണ്ട് യോജിക്കുന്നില്ല? കൃത്യനിഷ്ഠത ഉണ്ട്. പക്ഷെ ഷീന പറഞ്ഞത് എന്തായിരുന്നു? ഒന്നുകൂടെ പറഞ്ഞു. ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാലേ കല്യാണത്തിന്റെ സദ്യ വിളമ്പുന്ന സമയത്ത് അവിടെ എത്തത്തുള്ളൂ. അതുപോലെ ഒരു മരണത്തിന് പോയി കഴിഞ്ഞാൽ ആ മരിച്ച ആളെ കുഴി വെക്കാൻ തുടങ്ങുന്നുടനെ ഫോൺ ചെയ്യും. ഞങ്ങൾ വരുന്നുണ്ട്, അവരെ അത് കത്തിക്കരുത് അല്ലെങ്കിൽ കുഴി വെക്കരുതെന്ന് പറഞ്ഞിട്ട് വിളിച്ചു കഴിയുമ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അങ്ങനെ 1-2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കൃത്യനിഷ്ഠ കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനെ കൊണ്ടുള്ളത്. ശരി, ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? നിങ്ങൾ കല്യാണം നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ? കല്യാണം സദ്യ കഴിക്കാൻ പോയ ആ സമയത്ത് ചെന്നാൽ മതിയല്ലോ. എന്തിനാ കല്യാണം കാണുന്നത്? എപ്പോഴും കാണുന്നതല്ലേ, പിന്നെ എന്നിട്ട് കാണുന്നത്? അപ്പൊ ഈ മരിച്ച ആളെ കാണണ്ടേ? മരിച്ച ആളെ കാണുമല്ലോ, നമ്മൾ കത്തിക്കുന്നതിന് മുമ്പ് ചെല്ലുമല്ലോ, അപ്പൊ കാണാമല്ലോ. കൃത്യനിഷ്ഠത ഉണ്ടോ ഇല്ലയോ? കൃത്യനിഷ്ഠത ഉണ്ട്. എന്റെ കാര്യങ്ങൾക്ക് കൃത്യനിഷ്ഠത ഉണ്ട്. മിസ്റ്റർ സന്തോഷ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് കൃത്യനിഷ്ഠത ഉണ്ടെന്നാണ്. ചുമ്മാ കള്ളത്തരവാ. ഒരാഴ്ചക്ക് മുന്നേ പുള്ളി ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യലും ചെയ്ത്, എനിക്കറിയത്തില്ല എന്താ, എന്നെ കൊണ്ടുപോയതേ ഇല്ല. ശരി,
റൊമാൻറ്റിക് ഇല്ലാത്ത ഒരാൾ ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ചോദിച്ചതിനുള്ള മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, എന്തുകൊണ്ട് ഷീനേനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്നില്ല? ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ ഈ 24 മണിക്കൂറും നിങ്ങൾ ബിസിനസ്സുമായിട്ട് പുറത്താണോ പോകുന്നത്? 24 മണിക്കൂറും പോകാറില്ല. വീട്ടിൽ ഇരിക്കാറുണ്ട്. വീട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കും, അതുകൊണ്ട് പോകാൻ പറ്റാറില്ല. ഓക്കെ, വഴക്കിട്ടോണ്ടിരിക്കും. ശരി, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുമെന്നാണ്. പറഞ്ഞതിൽ സത്യമുണ്ടോ? വഴക്കിടുന്നത് എന്നോട് റൊമാൻസ് ആയിട്ടൊന്നും പെരുമാറുന്നില്ല. അല്ല മിസ് ഷീന, നിങ്ങൾ ഈ റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കൈ പിടിച്ച് നടക്കുകയോ, ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയോ, അല്ലാതെ പാർക്ക് കൊണ്ടുപോവോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു ക്ലാരിറ്റി വേണം കോടതിക്ക്. അല്ല മാഡം, ഞാൻ ചില സമയത്ത് വിഷമങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. പുള്ളി അപ്പൊ തിരിച്ചെന്ന ഒരു സ്നേഹത്തോടെ അടുത്ത് വന്നിട്ട് ഇടയ്ക്ക് കൂടെ ഉണ്ടെന്നുള്ളൊരു വാക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നൊരു പ്രശ്നമേ ഉള്ളൂ. കല്യാണത്തിന് മുന്നേ എന്തായിരുന്നു കുറേ പെൺപിള്ളേരുടെ പുറകെ നടന്നതാ. കല്യാണം കഴിഞ്ഞ് ആദ്യമൊക്കെ കുറെ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ സ്നേഹമൊക്കെ എന്താ പറയുന്നത്, കൂടുതൽ ഒരു മോളുണ്ടായപ്പോഴത്തേക്ക് പിന്നെ ആ സ്നേഹം മൊത്തം ആ മോളിലോട്ട് നിങ്ങൾ പറയുന്നത്, മാഡം പറയുന്നത്, നിങ്ങൾക്ക് ഒരു കുട്ടിയായി കഴിഞ്ഞപ്പോഴാണ് ആ റൊമാൻസ് പോയത്. റൊമാൻറ്റിക് ആവുന്നില്ലെന്ന് ഒരു പോയിന്റ് പറയുന്നുണ്ട്. റൊമാൻറ്റിക് അല്ലെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഞാനത് താങ്കൾ നിഷേധിക്കുന്നു. റൊമാൻറ്റിക് ആണെന്നാണ് പറയുന്നത്. ഞാനത് നിഷേധിക്കുന്നു. ശ്വേതാജിയോട് ചോദിച്ചു നോക്ക്, റൊമാൻറ്റിക് ആണോന്ന്. മധുര കരിമ്പേ മലർത്തേനെ മദന കുഴമ്പേ ഒന്ന് വന്നാട്ടെ തെല്ലു നിന്നാട്ടെ നാണമെന്തെ ചൊല്ലു ചൊല്ലു. അതൊക്കെയാണോ നിങ്ങളുടെ ഒരു പരാതി എന്ന് പറയുന്നത്? കെട്ടിപ്പിടിക്കുന്നില്ല, ഉമ്മ തരുന്നില്ല, ഐ ലവ് യു എന്ന് പറയുന്നില്ല? അതൊക്കെയുണ്ട്. എല്ലാ പെണ്ണും ആഗ്രഹിക്കും കെട്ടിപ്പിടിക്കണമെന്നല്ല, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് എന്നെ ചേർത്ത് പിടിക്കത്തില്ല. അതാണ് വലിയൊരു വിഷയമാണ്. മിസ്റ്റർ സന്തോഷ്, എന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കുമ്പോൾ താങ്കൾ കൈ ഇങ്ങനെ പുറത്തുകൂടി ഇട്ടിട്ട് എടുക്കാത്തത്? എന്തുകൊണ്ട് ഷീനയുടെ കൂടെ നിന്നിട്ട് ഫോട്ടോസ് ഒന്നും എടുക്കുന്നില്ല? ഷീന ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എന്താ അറിയോ, എല്ലാം സോഷ്യൽ മീഡിയയിലും അവിടെ ഇവിടെയൊക്കെ ഇടും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. താങ്കൾക്ക് വൈറലാവാൻ താല്പര്യമില്ല. എന്നാലും ഷീനയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാം, ഇനിയും ചെയ്യാം. ഓക്കെ, ശരി. അടുത്ത പ്രശ്നം എന്താണ് നിങ്ങളുടെ? ഐ ലവ് യു പറയണം. ഐ ലവ് യു പറയണം. പിന്നെ ഇങ്ങനെ ഒത്തിരി ഗ്ലാമറായിട്ടൊന്നും നടക്കണ്ട. ആര് ഗ്ലാമറായിട്ട് നടക്കുന്നത്? എൻ്റെ ഭർത്താവ് ഇച്ചിരി ഗ്ലാമറൊക്കെ കൂടി പോയിട്ട് ഇങ്ങനെ ചെറുപ്പമായിട്ട്. നിങ്ങളും ഗ്ലാമർ ആണല്ലോ. ഞാൻ പക്ഷേ എന്നെ എവിടെ പോയി കഴിഞ്ഞാൽ എന്നോട് പറയും, ചിലർ പറയും ഞാൻ അമ്മയെ അത് മോനും വന്നെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. പുള്ളി ഇങ്ങനെ ഗ്ലാമറായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലേ, എനിക്ക് അങ്ങനെ കേൾക്കേണ്ടി വരുന്നത്. അതെന്റെ കുഴപ്പമല്ല. നിങ്ങൾ ഇതേപോലെ തന്നെ ആയിരുന്നല്ലോ പണ്ടിരുന്നത്. ഞാനും അതുപോലെ തന്നെയായിരുന്നു. അപ്പൊ ഗ്ലാമർ ഉണ്ടായിരുന്നല്ലോ രണ്ടുപേർക്കും? ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ കുട്ടിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് വണ്ണം വെച്ചു. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ രണ്ടുപേരും നല്ല ഗ്ലാമർ ആണ്. ഓക്കെ. ഷീന മാഡത്തിന്റെ പ്രശ്നം എന്താ അറിയോ, ഒരു ചെറിയ പ്രോബ്ലത്തിന് റബ്ബർ ബാൻഡ് പോലെ വലിക്കാൻ അവർക്കുള്ള ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് അപ്പോൾ ആ ഒരു സ്വഭാവത്തിന്റെ കാരണമാണ് ഇത് പ്രശ്നം. അപ്പോൾ മിസ്റ്റർ സന്തോഷ്, നിങ്ങൾക്ക് നമ്മൾ കോടതി പറയുന്നത് ഡോക്ടർ പറയുന്ന പോലെ 3 പ്രാവശ്യം ഉമ്മ കൊടുക്കുക. രാവിലെ ഉമ്മ കൊടുക്കുക ഒരു ദിവസത്തിൽ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, വേണമെങ്കിൽ ഒന്ന് രാത്രിയും കൊടുത്തോളൂ. ഈ 4 ഉമ്മ കൊടുത്താൽ ഈ പ്രശ്നങ്ങൾ കഴിയും. അപ്പോ ഒരു ദിവസത്തിൽ 4 ഉമ്മ വെച്ചിട്ട് താങ്കൾ കൊടുക്കാൻ തയ്യാറാണോ? 4, 3, 4 തയ്യാറാണ്. 5 കൊടുത്തേക്കാം. 5 കൊടുത്തേക്കാന്ന് അദ്ദേഹം 5 കൊടുത്തേക്കാന്ന് പറയാണ്. അപ്പൊ ആ 5 ഉമ്മയിൽ താങ്കൾ സംതൃപ്തിയാണോ? സംതൃപ്തിയല്ല, 5ലൊന്നും സംതൃപ്തിയല്ല. ഓ ആക്രാന്തമേ. ശരി, തൽക്കാലം 5 ഉമ്മയില് പാവം പോട്ടെ. അപ്പൊ ഇതിന്റെ ഒരു തുടക്കമായിട്ട് ഇവിടെ വെച്ച് തന്നെ നിങ്ങളുടെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നം നമുക്കൊരു ഡെമോ വേണം. ഡെമോ 5 ഉമ്മയില് ഇന്നത്തെ ദിവസത്തെ ആദ്യത്തെ ഉമ്മ സൂപ്പർ അമ്മയും മകളുടെ വേദിയിൽ നടക്കാൻ പോണ്. ഷീന ചേച്ചിക്ക് തിരിച്ചു ഉമ്മ കൊടുക്കാട്ടോ. കൊടുക്കാറുണ്ട്, തന്നെ കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഉമ്മയിൽ തീരുന്ന പ്രശ്നമുള്ളൂ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ പലപ്പോഴും. അപ്പൊ നമ്മൾ ഈ ടാസ്ക് ഒരു തമാശക്കായിട്ട് അങ്ങനെ ചെയ്തതല്ല. അതായത് ശ്വേതാജി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പല ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കും, സംസാരിക്കില്ല. ഈ പറഞ്ഞ പോലെ കുറച്ച് റൊമാൻറ്റിക് ആയാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് നമ്മൾ വലിച്ചു നീട്ടുന്നത്. ഞാൻ ഷീൻ ചേച്ചിനോട് കാര്യം പറയാം, പ്രതീക്ഷിക്കരുത്
പോയി ഉമ്മ കൊടുക്കുക. ആ അതാണ് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 4 പ്രാവശ്യം കൊടുത്താൽ ഒരു തിരിച്ചു കിട്ടും. അല്ല അച്ഛൻ പറയാറുണ്ട്, ഞാനല്ലേ എപ്പോഴും പോയി അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന, ഇവളെന്തുകൊണ്ട് വരുന്നില്ല. അമ്മയുടെ കയ്യിലുണ്ട് കുഴപ്പമുണ്ട്. അപ്പൊ ഇനി മുതല് വഴക്കിടുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ചേട്ടൻ ആദ്യം കയറി ഉമ്മ വയ്ക്കുക, അല്ലെങ്കിൽ ചേച്ചി കയറി ആദ്യം ഉമ്മ വയ്ക്കുക. ആരെങ്കിലും ഒക്കെ ഉമ്മ വെക്കണം. അത്രേ ഉള്ളൂ ഞങ്ങൾക്ക്.